മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് BSc നഴ്സിംഗിന് LBS വഴി ഗവൺമെന്റ് മെറിറ്റ് സീറ്റിൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോടാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാനായി കാത്തിരിക്കുന്ന അവരിൽ പലരുടെയും മനസ്സിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ടാകും. പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഏതൊക്കെ കോളേജുകൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ കോളേജുകൾ ആദ്യം വെക്കണം, ഏതൊക്കെ കോളേജുകളിലായിരിക്കും അവരുടെ മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യത, അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളിൽ തന്നെ ഫീ ഒക്കെ അഫോർഡബിൾ ആയിരിക്കുമോ, ഏകദേശം എത്ര ചെലവാണ് ഓരോ കോളേജുകളിലും വരുന്നത്, ഗവൺമെന്റ് കോളേജുകളിലെ ഫീ നിരക്ക് തന്നെയാണോ ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലും സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെറിറ്റ് സീറ്റുകളിലും വരുന്നത്, ഇങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിൽ ഓരോരുത്തരും. കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുമോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കോളേജസിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുണ്ട്, ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ സിമെറ്റ്, സിപാസ്, KIP, മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന കോളേജ്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസിലെ 50% വരുന്ന മെറിറ്റ് സീറ്റുകൾ, ഇവയാണ് LBS വഴി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചേരാൻ ആഗ്രഹിക്കുമ്പോൾ ഇവയിൽ ഏതാണ് ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യന് വലിയ ഡൗട്ടൊന്നുമില്ല. കാരണം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷനും എക്സ്പോഷറും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ്. അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അതല്ല. ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിൽ കിട്ടാനുള്ള അത്രയും സീറ്റ് നമുക്ക് കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റു കൂടുതൽ ഓപ്ഷനുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഇഷ്ടമുള്ള കോളേജ് കിട്ടാനുള്ള ചാൻസുകൾ കൂട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത ഓപ്ഷൻസ് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഓപ്ഷൻ വെക്കുമ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഏത് കോളേജസ് ആണ് ഏറ്റവും നല്ലത്? കൂടുതൽ പേരും കരുതുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ സിമെറ്റ്, സിപാസ്, KIP അങ്ങനെയുള്ള കോളേജസിലും എക്സ്പോഷറും എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈക്വൽ എല്ലാം ഒരുപോലെ അല്ലേ എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അതെ, എക്സ്പോഷറിന്റെ കാര്യം നോക്കിയാൽ ഒരുപോലെയാണ്. ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പോലെ തന്നെ പോസ്റ്റിംഗ് വരുന്നതൊക്കെ തന്നെയും മെഡിക്കൽ കോളേജസിലും താലൂക്ക് ഹോസ്പിറ്റലും ജനറൽ ഹോസ്പിറ്റൽസിലും എല്ലാം തന്നെ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ക്ലിനിക്കൽ എക്സ്പോഷർ അതുപോലെ തന്നെ വളരെ ഹൈ ആയി കിട്ടും, അത് ശരി തന്നെയാണ്. പക്ഷെ അവിടെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീ സ്ട്രക്ചറിലാണ്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിൽ നിങ്ങൾ ഒരു വർഷം എത്ര കൊടുക്കണം, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസിലെ ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് ഡിഫറൻസ്, എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അലോട്ട്മെന്റ് കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം അലോട്ട് ആവുന്ന കോളേജിലേക്ക് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീ കൺസെഷൻ ഉള്ള സ്റ്റുഡൻസിന് ടോക്കൺ ഫീ 1000 rupees അടച്ചാൽ മതിയാകും. മറ്റു സ്റ്റുഡൻസിന് അത് 25,000 ആണ്. പ്രൈവറ്റ് കോളേജസിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ഫസ്റ്റ് എടുത്ത് വെക്കുന്നതെങ്കിൽ, അല്ല നിങ്ങൾക്ക് ആദ്യം തന്നെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലോട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 23,170 rupees ആണ് ടോക്കൺ ഫീ. പിന്നീട് അഡ്മിഷൻ സമയത്ത് അത് ഫീ ഇനത്തിലേക്ക് പരിഗണിക്കുന്നതാണ്. അതുകൂടാതെ 1000 rupees റിസർവേഷനുള്ള ഫീ കൺസെഷൻ ഉള്ള സ്റ്റുഡൻസ് അടയ്ക്കുന്നത് അവരുടെ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലേക്ക് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വകയിരുത്തുന്നതായിരിക്കും. ഓരോ ടൈപ്പ് കോളേജസിലെയും എങ്ങനെയാണ് ഫീ സ്ട്രക്ചർ വരുന്നത്, എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻസസ് വരുന്നത് എന്ന് നോക്കാം. 2025 അവൈലബിൾ കണക്കുകളും 2026 പല വെബ്സൈറ്റുകളും നോക്കിയാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് പ്രകാരം BSc നഴ്സിംഗിന് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ഏറ്റവും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടുന്ന എമൗണ്ട് 23,170 rupees ആണ്. ഇത് ട്യൂഷൻ ഫീ, കോഷൻ ഡെപ്പോസിറ്റ്, മൈസലേനിയസ് ഫീ, വാൻ ഫീ എന്നിവ അടങ്ങുന്നതാണ്. കോഷൻ ഡെപ്പോസിറ്റ് 2,320 rupees ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതിയാകും. മൈസലേനിയസ് ഫീ 1,740 rupees ആണ്. വാൻ ഫീ 1,740 rupees ആണ്. അങ്ങനെയാണ് 23,170 rupees ഫസ്റ്റ് ഇയറിലെ ഫീ ആയി വരുന്നത്. ഇതിൽ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ആയ 2,320 rupees അടുത്ത 2, 3, 4 വർഷങ്ങളിൽ അടയ്ക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ അടയ്ക്കേണ്ടതായ തുക
20,850 ആണ്. അതുകൊണ്ട് അടുത്ത 3 വർഷങ്ങളിൽ 20,850 rupees into 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 62,550 rupees ആണ്. അതിനോട് ഫസ്റ്റ് ഇയറിൽ ചെലവാകുന്ന 23,170 rupees ഫീ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 4 വർഷത്തേക്ക് ഫീ ഇനത്തിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള തുക 85,720 rupees ആണ്. അതുകൂടാതെ മറ്റ് അല്ലറ ചില്ലറ ചെലവുകൾ, ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, PTA ഫീ, അസോസിയേഷൻ ഫീ, അങ്ങനെ ഒരുപാട് അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വരുന്ന ഒരു എമൗണ്ടും കൂടെ കയ്യിൽ കാണേണ്ടതുണ്ട്. ഫീ കൺസെഷൻ ഉള്ള സ്റ്റുഡൻസിന് ഫീ ഇനത്തിൽ അവർ ഈ തുകയൊന്നും അടയ്ക്കേണ്ടതില്ല. അവർ ടോക്കൺ ഫീ ആയി ആദ്യം അടക്കുന്ന 1,000 rupees കോഷൻ ഡെപ്പോസിറ്റിലേക്ക് വകമാറ്റുന്നതാണ്. സിമെറ്റ് കോളേജസിലെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷറും അതായത് പ്രാക്ടിക്കൽ എക്സ്പോഷറും പോസ്റ്റിംഗ് ഒക്കെ വരുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിന് ഏകദേശം ഇക്വലന്റ് ആയിട്ട് തന്നെയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും താലൂക്ക് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലും ഒക്കെയാണ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നത് സിമെറ്റുകളിൽ. പക്ഷേ ഫീ സ്ട്രക്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 2 തരത്തിലുള്ള സീറ്റുകളുണ്ട് സിമെറ്റിൽ. അതായത് ടോട്ടൽ 60 സീറ്റ്സിൽ 85% ജനറൽ മെറിറ്റ് ആണ്. അതിൽ 15% NRI സീറ്റുകളാണ്. രണ്ടിനും 2 ഫീ സ്ട്രക്ചറുകളാണുള്ളത്. ആദ്യം ജനറൽ മെറിറ്റ് സീറ്റിന്റെ ഫീ സ്ട്രക്ചർ പറയാം. അതായത് ട്യൂഷൻ ഫീ വരുന്നത് 83,025 rupees ആണ്. സ്പെഷ്യൽ ഫീ വരുന്നത് 22,300 rupees ആണ്. പിന്നെ വരുന്നത് കോഷൻ ഡെപ്പോസിറ്റ് 10,000ഉം PTA ഫീ 5,000, SNF ഫീ 3,000 അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ ഫീ ഫസ്റ്റ് ഇയറിൽ അടക്കേണ്ടി വരുന്നത് 1,23,325 rupees ആണ് മെറിറ്റ് സീറ്റിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇയറിൽ അടക്കേണ്ടി വരുന്ന ഒരു തുകയാണ്. അത് തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും മാത്രം അടച്ചാൽ മതിയാകും. അത് ട്യൂഷൻ ഫീ 83,025 rupeesഉം സ്പെഷ്യൽ ഫീ 22,300ഉം രണ്ടും ചേർത്ത് 1,05,325 rupees ആണ് അടുത്ത 3 വർഷങ്ങളിലും ഓരോ പ്രാവശ്യമായിട്ട് അടക്കേണ്ടത്. 4 വർഷത്തേക്ക് ഫീ ഇനത്തിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡന്റിന് ആവുന്ന തുക എന്ന് പറയുന്നത് 4,39,400 rupees ആയിരിക്കും. സിമെറ്റിൽ NRI സീറ്റും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു LBS സെന്റർ വഴി. അതിൽ ട്യൂഷൻ ഫീ വരുന്നത് 95,000 rupees ആണ്. ബാക്കി സ്പെഷ്യൽ ഫീയും കോഷൻ ഡെപ്പോസിറ്റും ബാക്കി എല്ലാ ഫീയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് ടോട്ടൽ ഫീയിലും കാണും. 1,35,300 ആണ് NRI സീറ്റിന് ഒരു വർഷത്തേക്ക് ടോട്ടൽ വരുന്നത്. 2, 3, 4 വർഷങ്ങളിൽ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും മാത്രം അടച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിലേക്കായി ചെലവാവുന്ന തുക ഫസ്റ്റ് ഇയറിലെ തുകയുമായി ആഡ് ചെയ്യുമ്പോൾ ഫീ ഇനത്തിൽ NRI സീറ്റിന് 4 വർഷത്തേക്ക് വരുന്ന എക്സ്പെൻസ് 4,87,200 rupees ആണ്. അടുത്തതായി CPASന്റെ അണ്ടറിൽ വരുന്ന കോളേജസിൽ നഴ്സിംഗിന് മെറിറ്റ് സീറ്റുകളിൽ എത്രയാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് വരുന്ന ഫീ സ്ട്രക്ചർ എന്ന് നോക്കാം. CPASലെ ക്ലിനിക്കൽ എക്സ്പോഷർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേതിനോടും സിമെറ്റിനോടും ഈക്വലന്റ് തന്നെയാണെങ്കിലും ഫീ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. CPASന്റെ 2026 പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരം ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫീയുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപ്രകാരം ഫസ്റ്റ് ഇയറിൽ ജനറൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡന്റ് അടയ്ക്കേണ്ടുന്ന തുക എന്ന് പറയുന്നത് 1,13,325 rupees ആണ്. ഇത് അഡ്മിഷൻ ഫീ, കോഷൻ ഡെപ്പോസിറ്റ്, ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീ, കൺസ്യൂമബിൾസ് ആൻഡ് സ്റ്റേഷനറി ഫീ ഫോർ ID card, lab and library fee, medical checkup and vaccination, recreation and sports fee, transportation എന്നിവ അടങ്ങും. സ്പെഷ്യൽ ഫീ അതായത് 30,300 rupeesഉം ട്യൂഷൻ ഫീ ആയ 83,025 rupeesഉം ചേർന്നതാണ്. അടുത്ത 3 വർഷങ്ങളിൽ അടയ്ക്കേണ്ടുന്ന സ്പെഷ്യൽ ഫീയിൽ അഡ്മിഷൻ ഫീ ആയ 1,000 rupeesഉം കോഷൻ ഡെപ്പോസിറ്റ് ആയ 10,000ഉം കൂട്ടേണ്ടതില്ല. അങ്ങനെയാവുമ്പോൾ സ്പെഷ്യൽ ഫീ ഇനത്തിൽ 19,300 ആണ് ഓരോ വർഷവും അടയ്ക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ 2, 3, 4 വർഷങ്ങളിൽ ഓരോ വർഷവും അടയ്ക്കേണ്ടുന്ന തുക 1,02,325 രൂപയാണ് ഓരോ വർഷവും. 3 വർഷങ്ങളിലേക്ക് ഇത്രയും തുക ആഡ് ചെയ്യുമ്പോൾ 3,06,975 rupeesഉം ഫസ്റ്റ് ഇയറിലെ 1,13,325 rupeesഉം കൂടി ചേർത്ത് നോക്കിയാൽ ആകെ 4 വർഷത്തേക്കും ഒരു CPAS കോളേജിൽ ജനറൽ മെറിറ്റിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഫീ ഇനത്തിൽ ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 4,20,300 rupees ആയിരിക്കും.
NRI സീറ്റിലേക്കാണെങ്കിൽ ട്യൂഷൻ ഫീയിൽ മാത്രം ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് 83,025 മെറിറ്റ് സ്റ്റുഡൻസിന് വരുന്നിടത്ത് ട്യൂഷൻ ഫീ NRI സ്റ്റുഡൻസ് ആണെങ്കിൽ അത് 95,000 ആയിരിക്കും ഓരോ ഇയറിലും. 4 വർഷത്തേക്കും കൂടെ NRI സീറ്റിൽ ഫീ ഇനത്തിൽ വരുന്ന എക്സ്പെൻസ് 4,78,200 റുപ്പീസ് ആയിരിക്കും. അടുത്തതായി ഫീ കൺസെഷൻ ഉള്ള വിഭാഗത്തിൽ പെടുന്ന സ്റ്റുഡൻസിന്, അതായത് SC, ST, OEC, OBCയിലെ തന്നെ ചില വിഭാഗക്കാർ, ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിന് 10,000 റുപ്പീസ് കോഷൻ ഡെപ്പോസിറ്റും 1,000 റുപ്പീസ് അഡ്മിഷൻ ഫീയും അടച്ചാൽ മതിയാകും. ഫസ്റ്റ് ഇയറിൽ 11,000 റുപ്പീസ് ആണ് ടോട്ടൽ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അവർ ഒരു തുകയും തന്നെ അടക്കേണ്ടതില്ല ഫീ ഇനത്തിൽ. അടുത്തതായി ഗവൺമെന്റ് കൺട്രോൾഡ് വിഭാഗത്തിൽ വരുന്ന കേപ്പിന്റെ കോളേജസും മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന കോളേജും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അതായത് AMC FNCKയുടെ അണ്ടറിൽ വരുന്നതും PNC മാക്കിന്റെ അണ്ടറിൽ വരുന്നതുമായ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസുകളിലെയും ഫീ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. BSc നഴ്സിംഗിന് ട്യൂഷൻ ഫീ വരുന്നത് 80,328 റുപ്പീസ് ആണ്. സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത് 23,980 റുപ്പീസ് ആണ്. ഫസ്റ്റ് ഇയറിൽ അതുകൂടാതെ 10,000 റുപ്പീസ് കോഷൻ ഡെപ്പോസിറ്റും അടക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി നോക്കിയാൽ ഫസ്റ്റ് ഇയറിൽ ആകെ ഫീ ഇനത്തിൽ വരുന്ന തുക എന്ന് പറയുന്നത് 1,14,308 ആണ്. അതായത് 1,14,308 രൂപ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടക്കേണ്ടുന്ന ഫീ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ 80,328ഉം സ്പെഷ്യൽ ഫീ 21,230 റുപ്പീസുമാണ്. കോഷൻ ഡെപ്പോസിറ്റ് ഈ വർഷങ്ങളിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടോട്ടൽ 4 വർഷങ്ങളിലേക്കും കൂടെ വേണ്ട ഫീ എന്ന് പറയുന്നത് 4,18,982 റുപ്പീസ് ആയിരിക്കും. NRI സീറ്റ് ആണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഫീ വരുന്നത് 1,04,500 റുപ്പീസ് ആണ് ട്യൂഷൻ ഫീ ഇനത്തിൽ. സ്പെഷ്യൽ ഫീയും കോഷൻ ഡെപ്പോസിറ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്, ജനറൽ മെറിറ്റ് സീറ്റ് പോലെ തന്നെ. അതുകൊണ്ട് ഒരു വർഷം വരുന്ന ഫീ ഇനത്തിൽ വരുന്ന കൂടുതൽ എന്ന് പറയുന്നത് 24,172 റുപ്പീസ് ആയിരിക്കും NRI സീറ്റിന്. അങ്ങനെ 4 ഇയറിലെയും അധിക ഫീ കൺസിഡർ ചെയ്യുമ്പോൾ NRI സീറ്റിന് ഫീ ഇനത്തിൽ 4 വർഷത്തേക്കും കൂടെ വരുന്നത് 5,15,670 റുപ്പീസ് ആണ്. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫീ സ്ട്രക്ചറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫീ സ്ട്രക്ചറുകളെല്ലാം തന്നെ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷന് ഏതൊക്കെ കോളേജസ് ആണ് വെക്കേണ്ടതെന്നുള്ള സംശയം ദൂരീകരിക്കാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു, കുറേ ഡീറ്റെയിൽസ് ഒക്കെ. അതായത് ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ എക്സ്പോഷറും നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോട്ടും മെഡിക്കൽ കോളേജസിലോട്ടും പോസ്റ്റിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കോളേജസ് ആയ സിമെറ്റ് കോളേജസ്, CPAS കോളേജസ്, കേപ്പ് കോളേജസ് ആൻഡ് മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലുമാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അവയുമായി അറ്റാച്ച് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കായിരിക്കും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ കൂട്ടത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ കീഴിലുള്ള നഴ്സിംഗ് കോളേജസും ഒരേ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം കൊടുക്കാനായിട്ട്. പക്ഷെ എക്സ്പോഷറിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് ഫീ സ്ട്രക്ചറും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. അതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫീ സ്ട്രക്ചർ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് കൊടുത്തേക്കുന്നത്. ഗവൺമെന്റ് കോളേജസിലാണെങ്കിൽ ഹൈ എക്സ്പോഷറും ഏറ്റവും ചീപ്പായിട്ടാണ് നമുക്ക് കോഴ്സ് അവൈലബിൾ ആവുന്നത്. 85,720 റുപ്പീസ് ആണ് 4 ഇയേഴ്സിന് വരുന്നത്. അതുതന്നെ സിമെറ്റ് കോളേജസ് എടുത്തു കഴിഞ്ഞാൽ 4,39,400 റുപ്പീസും CPAS കോളേജസിന് അത് 4,20,300 റുപ്പീസും. അവിടെ തന്നെ ഒരു 4 വർഷത്തേക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം തന്നെ 20,000 റുപ്പീസ് ഒക്കെയാണ് വരുന്നത്.
റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5000 രൂപേന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു വർഷം വരുന്നുള്ളൂ. അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കേപ്പ്, മലബാർ ക്യാൻസർ സെന്ററിൽ വരുന്ന ഏകദേശം 4 വർഷത്തേക്കുള്ള ഫീ എന്ന് പറയുന്നത് 4,18,982 ആണ്. ഇതിൽ നിന്നും പ്രധാനമായ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലാണ് ഏറ്റവും കുറവ് ഫീയും ഏറ്റവും ക്വാളിറ്റി കൂടിയ എഡ്യൂക്കേഷനും ഉള്ളത്. സിമറ്റ്, സിപാസ്, കേപ്പ് തുടങ്ങിയ കോളേജുകളിൽ ഏറ്റവും കൂടിയ ക്ലിനിക്കൽ എക്സ്പോഷർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് സമാനമായ രീതിയിൽ ലഭിക്കും. പക്ഷേ ഫീ സ്ട്രക്ചർ നോക്കിയാൽ ഗവൺമെന്റ് കോളേജസിനേക്കാൾ 4 ഇരട്ടിയോളം അധികം വരുന്നുണ്ടെന്ന് മനസ്സിലാകും. അടുത്തതായി സാധാരണയായി നിങ്ങൾക്ക് മനസ്സിൽ ഉയർന്നു വരാനുള്ള ഒരു ചോദ്യമായിരിക്കും, LBS സെന്റർ വഴി അഡ്മിഷൻ എടുക്കുന്നതും മാനേജ്മെന്റ് സീറ്റ് വഴി മാനേജ്മെന്റ് അസോസിയേഷൻ കോളേജസിലേക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫീ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ വർഷം നോക്കിയാൽ സെയിം ആണല്ലോ എന്ന്. അതെ, സെയിം ആണ് ഫീ സ്ട്രക്ചർ എങ്കിൽ പോലും സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് നിങ്ങൾ മാനേജ്മെന്റ് കോട്ട വഴി സീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീ കൺസെഷനോ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷനോ ഒന്നിനും നിങ്ങൾ യോഗ്യരാവുകയില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബാക്കി ഹോസ്റ്റൽ ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെന്റ് വഴി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഡൊണേഷൻ പോലെയുള്ള ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്നും, പിന്നെ ഹോസ്റ്റൽ ഫീ ആണെങ്കിലും മെസ് ഫീ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണെന്നും പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് മൈനോറിറ്റി സ്റ്റുഡൻസ് അവരുടെ മൈനോറിറ്റി മാനേജ്മെന്റ് കോളേജുകൾ അവരുടെ സെയിം കാറ്റഗറിയിൽ വരുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ അവയെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ ഒട്ടും മറന്നു പോകരുത്. കാരണം അങ്ങനെയുള്ള സ്റ്റുഡൻസിന് അവരവരുടെ മൈനോറിറ്റി കോട്ട അതാത് മാനേജ്മെന്റ് കോളേജുകളിൽ നിന്ന് 20% സംവരണമുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ LBS സെന്റർ വഴി മാക്സിമം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ കൺസെഷനുകളോ എന്തെങ്കിലും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ LBS സെന്റർ വഴി അഡ്മിഷൻ എടുക്കുന്നത് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫീ കൺസെഷനും റിസർവേഷനും ഒക്കെ ഉള്ള സ്റ്റുഡൻസിന് LBS സെന്റർ വഴി അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഏത് കോളേജസിലും, അതായത് LBS സെന്ററിന് സെൽഫ് ഫിനാൻസിങ് കോളേജസിലും 50% മെറിറ്റ് സീറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും. അങ്ങനെയുള്ള LBS സെന്റർ വഴി നിങ്ങൾ നേടുന്ന ഏത് അഡ്മിഷനും എല്ലാവിധ കൺസെഷനും സ്കോളർഷിപ്പിനും എല്ലാത്തിനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൺസെഷനും ഒക്കെ തന്നെയും LBS വഴി എടുക്കുന്ന സീറ്റുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഗവൺമെന്റിന്റെ മെറിറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, അല്ല NRI കോട്ടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ തന്നെയും LBS വഴി എടുക്കുന്ന സീറ്റുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ഫീ എന്ന് കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് വരുന്ന ബാക്കി ചിലവുകളൊന്നും ഇൻക്ലൂഡഡ് അല്ല. അത് കോളേജുകൾ അനുസരിച്ചും അവരുടെ ഹോസ്റ്റലിലെ ഫെസിലിറ്റിയും ഫുഡിന്റെ നേച്ചറൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അതെല്ലാം തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കാവൂ. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കുക. നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന കോളേജസിൽ അതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണെന്നും അതിനൊക്കെ എത്ര ചെലവാകും എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കുക. അത് ജനറലായി ഒരു വീഡിയോ 82ഓളം വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജസിലും 15ഓളം വരുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും സിപാസും സിമറ്റും എല്ലാം കൂടിയുള്ള ഒത്തിരി കോളേജുകൾ കൂടി ആകെ മൊത്തം 162 കോളേജുകളോളം ഉണ്ട്. അത്രയും കോളേജുകളിലെയും ഹോസ്റ്റലുകളിലെയും എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഫീയോ സ്ട്രക്ചറോ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുള്ളത്. അടുത്തതായി ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഏറ്റവും കൂടിയ മാർക്കുള്ള കുട്ടികൾക്ക് തന്നെയാണ് ഏറ്റവും ഡിമാൻഡുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലേക്ക് അഡ്മിഷൻ കിട്ടാറുള്ളത്. എന്നാലും ഓപ്ഷൻ കൊടുക്കുമ്പോൾ കുറവ് മാർക്കുള്ള ഒരു കുട്ടിയും ഏറ്റവും ആദ്യം ഏറ്റവും നല്ല കോളേജസ് തന്നെയാണ് ഓപ്ഷൻ കൊടുക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴെയുള്ള നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കോളേജസിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും യാതൊരു പിശുക്കും കാണിക്കരുത്.
ഓപ്ഷൻ വെക്കാൻ LBS സെന്ററിന് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ യാതൊരു ലിമിറ്റും ഇല്ലാതെ എത്ര നമ്പർ കോളേജസ് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ പോകാൻ സാധിക്കുന്ന എല്ലാ കോളേജുകളും നിങ്ങൾ ഓപ്ഷൻ വെക്കുക. ഒട്ടും മടി കാണിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങൾ വെച്ച ഓപ്ഷൻസ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് വെക്കുക. ഏറ്റവും നല്ല കോളേജസ് ഏറ്റവും ആദ്യങ്ങളിൽ വെക്കുക. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട. കിട്ടിയാൽ പോകാം എന്നുള്ള കണക്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും നല്ല ഇഷ്ടമുള്ള കോളേജസ് വെക്കുക. അതിനടിയിലോട്ട് നിങ്ങൾ പോകാൻ സാധ്യതയുള്ള എല്ലാ കോളേജസും ഇഷ്ടക്രമത്തിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. എല്ലാ അവൈലബിൾ ആയ കോളേജസും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വെക്കാൻ ഒട്ടും മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കോളേജ് വെക്കണമെന്ന് പറയാൻ കാര്യം, അഥവാ നിങ്ങൾ അലോട്ട്മെന്റ് സിസ്റ്റത്തിൽ ആ ഒരു പർട്ടിക്കുലർ കോളേജിന്റെ അവിടെ വെച്ചാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റോപ്പ് ആവുന്നെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ ഒരു ഇഷ്ടവുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത ഒരു കോളേജുകളും നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ മാക്സിമം കോളേജുകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അലോട്ട്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തായി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് സിസ്റ്റത്തിൽ തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുക. സെപ്റ്റംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുമെന്നാണ് LBS സെന്ററിന്റെ സൈറ്റിൽ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളായ ഓപ്ഷൻ രജിസ്ട്രേഷനും ഓപ്ഷൻ റീഅറേഞ്ച്മെന്റും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ.